നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാഴക്കുളത്ത് മൊബൈൽ കട കുത്തി തുറന്ന മോഷണം. രാത്രിയുടെ മറവിലാണ് മോഷണം നടന്നത്. വാഴക്കുളം പോലീസ് സ്റ്റേഷൻ എതിർവശത്ത് പ്രവർത്തിക്കുന്ന മൊബൈൽ കടയിലാണ് വെള്ളിയാഴ്ച രാത്രി 2 മോഷണം നടന്നത്. AI ക്യാമറകൾ കാണാതായി. സുരക്ഷാ സംവിധാനം അബ്ദാളത്തിൽ. വാളകത്തും കടാതിയിലും സ്ഥാപിച്ച ക്യാമറകളാണ് കാണാതായത്. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മൂവാറ്റുപുഴ. വിപണി സജീവം. കണിവെള്ളരിയും പുത്തൻ കൈനീട്ടങ്ങളുമായി മൂവാറ്റുപുഴക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. വിഷുവിനെ വരവേൽക്കാൻ തൃക്കളത്തൂരിൽ നിന്ന് കണിവെള്ളരി വിപണിയിലേക്ക് ആകൃതിയും വലിപ്പവുമുള്ള വെള്ളരിക്ക മാർക്കറ്റുകളിൽ വൻ ഡിമാൻഡ്. തൃപ്പൂരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവോണ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായി തുടക്കം. നാളെ സമാപിക്കും. ആരിക്കുഴ മലയക്കുരിശ് പള്ളി പുതുഞേർ തിരുനാളിന് കൊടിയേറി. മംഗലപ്പുഴ സെമിനാരി ഡോക്ടർ ഫാദർ സ്റ്റാൻലി പുൽപ്പട കൊടിയുയർത്തി. വാർത്തകൾ വിശദമായി. രാത്രിയുടെ മറവിൽ വാഴക്കുളത്ത് മൊബൈൽ കട കുത്തി തുറന്ന മോഷണം. വാഴക്കുളം പോലീസ് സ്റ്റേഷൻ എതിർവശത്ത് പ്രവർത്തിക്കുന്ന മൊബൈൽ കടയിലാണ് വെള്ളിയാഴ്ച രാത്രി 2 മോഷണം നടന്നത്. വാഴക്കുളത്ത് മൊബൈൽ കട കുത്തി തുറന്ന മോഷണം. വാഴക്കുളം പോലീസ് സ്റ്റേഷൻ എതിർവശമായി പ്രവർത്തിക്കുന്ന നിയ മൊബൈൽസ് എന്ന കടയിൽ വെള്ളിയാഴ്ച രാത്രി 2 കടയുടെ ഷട്ടറും ഗ്ലാസും തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപയും മൊബൈൽ ഫോണുകളും മോഷണം പോയിട്ടുണ്ട്. CCTV ക്യാമറയും DVR ഉൾപ്പെടെ തെളിവ് നശിപ്പിക്കുന്നതിനായി മോഷ്ടാക്കൾ കൊണ്ടുപോയി. ആരിക്കുഴ സ്വദേശി ഡെബിന്റെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് മോഷണം നടത്തിയത്. രാവിലെ കട തുറക്കാനെത്തിയ ഡെബിനാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. വാഴക്കുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് കൂടുതൽ പരിശോധനകൾക്കായി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. മോഷ്ടാക്കൾ ബൈക്കിലെത്തുന്നതും പാർക്ക് ചെയ്യുന്നതും തൊട്ടടുത്തുള്ള സ്ഥാപനത്തിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങളിലുണ്ട്. CCTV കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടത്തിവരുന്നത്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സ്ഥാപിച്ച AI ക്യാമറകൾ കാണാതായതോടെ സുരക്ഷാ സംവിധാനം അവതാളത്തിൽ. വാളകത്തും കടാതിയിലും സ്ഥാപിച്ച ക്യാമറകളാണ് കാണാതായത്. നിരീക്ഷണത്തിനായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സ്ഥാപിച്ച AI ക്യാമറകൾ കാണാതായതോടെ സുരക്ഷാ സംവിധാനം പാളുന്നു. കോലഞ്ചേരി മുതൽ മൂവാറ്റുപുഴ വരെയുള്ള ഭാഗത്ത് വാളകത്തും കടാതിയിലുമാണ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ നിലവിൽ 2 ക്യാമറകൾ കാണാതായി. കടാതിയിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയാണ് ആദ്യം കാണാതായത്. റോഡ് വീതി കൂട്ടുന്ന ജോലികൾക്കിടെ ക്യാമറ സ്ഥാപിച്ചിരുന്ന ഇരുമ്പുതൂൺ മറിഞ്ഞു വീണതോടെ ക്യാമറയും അപ്രത്യക്ഷമാവുകയായിരുന്നു. പിന്നീട് കരാട്ടെ വാളകം ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറയും കാണാതായി. നിയന്ത്രണം നഷ്ടപ്പെട്ട കാറിടിച്ച് പോസ്റ്റ് ചരിഞ്ഞതിന് പിന്നാലെയാണ് ഇവിടെ നിന്നും ക്യാമറ കാണാതായത്. പെരുവമൊഴി മുതൽ കടാതി വരെ അപകടങ്ങൾ പതിവാണെങ്കിലും നിലവിൽ റോഡ് സുരക്ഷാ സംവിധാനങ്ങളോ നിരീക്ഷണ സംവിധാനങ്ങളോ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ പരിശോധനകൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ അമിത വേഗതയിലാണ് പായുന്നതും. നിരീക്ഷണ ക്യാമറകൾ ഉടൻ സ്ഥാപിക്കുകയും പോലീസ് വാഹന പരിശോധന കർശനമാക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വിഷുവിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴയിൽ വിപണി സജീവമായി. വിഷുക്കോടിയും കണിവെള്ളരിയും പുത്തൻ കൈനീട്ടങ്ങളുമായി മൂവാറ്റുപുഴക്കാർ വിഷുവിനായി ഒരുങ്ങിക്കഴിഞ്ഞു. വേനൽ ചൂടിനെ അവഗണിച്ച് നഗരത്തിലെ വിപണികളിൽ വിഷുവിനെ വരവേൽക്കാൻ സജ്ജമായി. വിഷുക്കോടിയും കണിവെള്ളരിയും പുത്തൻ കൈനീട്ടങ്ങളുമായി മലയാളികൾ വിഷു ആഘോഷത്തിരക്കിലേക്ക് കടന്നതോടെ വിപണികളിൽ വലിയ തോതിലുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ മൊത്തമായും ചില്ലറയായും വാങ്ങുവാൻ നിരവധി പേരാണ് എത്തുന്നത്. വിഷുക്കണി ഒരുക്കുന്നതിനായുള്ള വിഭവങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് പ്രധാന നഗരങ്ങളിലും ഉൾപ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത്. കണിവെള്ളരി കിലോയ്ക്ക് 30 രൂപ മുതലാണ് വിവിധയിടങ്ങളിലെ വില. വിപണി സജീവമാണെങ്കിലും കച്ചവടം തീരെ മോശമാണെന്നും പറയുന്നുണ്ട്. മാമ്പഴം, ചക്ക, കൈതച്ചക്ക എന്നിവയ്ക്ക് പുറമെ ആപ്പിൾ, മുന്തിരി തുടങ്ങിയവയ്ക്കും വിപണിയിൽ ആവശ്യക്കാരേറെയാണ്. ചൂട് കൂടുന്നതും പഴവിപണി കൂടുതൽ സജീവമാകുന്നതിന് മറ്റൊരു കാരണമാണ്.
വിഷുസദ്യയ്ക്കായുള്ള പച്ചക്കറി വിപണിയിൽ വില നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇതിനു പുറമെ ഇൻസ്റ്റന്റ് പായസ കൂട്ടുകൾക്കും ശർക്കര വരട്ടിക്കും ചിപ്സിനും ആവശ്യക്കാരേറെയാണ്. വിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനായി സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ആഭിമുഖ്യത്തിൽ വിഷു ഫെയറുകൾ സജീവമാണ്. സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുന്നു. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മേടമാസപ്പുലരിയിൽ കണിയൊരുക്കി വിഷുവിനെ വരവേൽക്കാൻ തൃക്കളത്തൂരിൽ നിന്ന് കണിവെള്ളരി വിപണിയിലേക്ക്. പൈപ്പട പഞ്ചായത്തിലെ തൃക്കളത്തൂർ പാടശേഖരങ്ങളിലാണ് സ്വർണ്ണ നിറത്തിൽ വെളിഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് കണിവെള്ളരികൾ കണ്ണിനും മനസ്സിനും കുളിർമേകുന്നത്. നല്ല ആകൃതിയും വലിപ്പവുമുള്ള വെള്ളരിക്ക് മാർക്കറ്റുകളിൽ നല്ല ഡിമാൻഡാണ്. കണിവെള്ളരിക്ക് മികച്ച വിലയാണ് ലഭിക്കുന്നത്. വിളവെടുത്ത കണിവെള്ളരി കിലോഗ്രാമിന് 28 മുതൽ 30 രൂപയ്ക്കാണ് മൊത്ത വ്യാപാരികൾ വാങ്ങുന്നത്. കിഴക്കൻ മേഖലയിലെ പച്ചക്കറി കടകളിലടക്കം ഇക്കുറി തൃക്കളത്തൂരിലെ കണിവെള്ളരി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. MCS Hospital, we take care of your health. തൃപ്പൂരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തിന് ഭക്തിസന്ദ്രമായി തുടക്കം. നാളെ സമാപിക്കും. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ കാലാമ്പൂർ തൃപ്പൂരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ 1ാം ദിനമായ ഇന്ന് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പതിവ് പൂജകൾക്ക് ശേഷം മഹാദേവന് സമർപ്പിച്ച വിശേഷാൽ രുദ്രാഭിഷേകം ഭക്തർക്ക് സായുജ്യമായി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയായ പ്രമുഖ ഭക്തി പ്രഭാഷക സരിത അയ്യർ പ്രഭാഷണം നടത്തി. ധ്യാന ശ്ലോകങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും വിഗ്രഹാരാധനയുടെ പിന്നിലെ ആത്മീയ തത്വങ്ങളെക്കുറിച്ചും ലളിതമായ ഭാഷയിൽ അവർ നൽകിയ വിശദീകരണം ഭക്തർക്ക് നവ്യാനുഭവമായി. ആ മോട്ടോർ പോലെ വർക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ ഉള്ളിലെ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലുക. അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വരെ പലരും നമ്മളെ കളിയാക്കാറുണ്ട്, മറ്റു മതസ്ഥരും നമ്മൾ കളിയാക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ ഈ ദൈവത്തിനൊക്കെ എന്താ മനുഷ്യൻ്റെ ശരീരം, ആനയുടെ തല അല്ലേ? അപ്പോൾ ഉടനെ നമ്മൾ പറയും ചേട്ടൻ പറയുന്നത് ശരിയാ, ചേട്ടൻ്റെ കൂടെ പോന്നേക്കാം അല്ലേ? ഞാൻ പൊതുവെ ഈ മതം മാറ്റുന്നവരെ ഒരിക്കലും കുറ്റം പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്നു കൊടുത്തിട്ടല്ലേ മതം മാറാൻ. അതിന് കാരണം എന്താ? നമുക്ക് അറിവില്ലാത്തത് കൊണ്ട്. അതൊരു ദൗർബല്യമാണ്. ഏത് തരത്തിലുള്ള ദൗർബല്യം ഉണ്ടോ മുതലെടുക്കാൻ ആള് കാണും. ശരിയല്ലേ? ഒന്നാം ദിനമായ ഇന്ന് വൈകിട്ട് നൃത്തനൃത്യങ്ങളും പ്രശസ്ത ഗായകൻ കണ്ണൻ ജിനാഥ് നയിക്കുന്ന ഭക്തിസംഗീത സദസ്സും അരങ്ങേറും. മഹോത്സവത്തിന്റെ പ്രധാന ദിനമായ തിരുവോണ നാളിൽ ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകൾ നടക്കും. പുലർച്ചെയുള്ള പൂജകൾക്ക് പുറമെ കലശപൂജ, ശ്രീബലി എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം ഉച്ചപൂജയോടെ ദർശന പ്രാധാന്യമുള്ള തൃപ്പൂരത്തപ്പന് ഭക്തിസന്ദ്രമായ കലശാഭിഷേകം നടക്കും. വൈകിട്ട് കൈകൊട്ടിക്കളി, കാഴ്ച ശ്രീബലി എന്നിവയ്ക്ക് ശേഷം സന്ധ്യയ്ക്ക് ചുറ്റുവിളക്കുകളുടെ പ്രഭയിൽ ദീപാരാധനയും തുടർന്ന് വിളക്കിനെഴുന്നള്ളിപ്പുമുണ്ടാകും. ഉത്സവത്തിന് ആവേശം പകർന്ന രാത്രിയിൽ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേളയോടെ ചടങ്ങുകൾ സമാപിക്കും. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ആരക്കുഴ മലയക്കുരിശ് പള്ളിയിൽ പുതുഞായർ തിരുനാളിന് കൊടിയേറി. മംഗലപ്പുഴ സെമിനാരി ഡോക്ടർ ഫാദർ സ്റ്റാൻലി പുൽപ്പുഴയാണ് കൊടിയുയർത്തിയത്. ആരക്കുഴ പള്ളി ആർച്ച് പ്രീസ്റ്റ് ഫാദർ സെബാസ്റ്റ്യൻ മറ്റത്തിൽ, ഫാദർ ആന്റണി മരുത്തോമലയിൽ, ഫാദർ ഡസ്ലിൻ, ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ഫാദർ ആന്റണി പുത്തൻകുളം, ഫാദർ പോൾ കാരക്കൊമ്പിൽ, ഫാദർ ജോജോ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. മടക്കത്താനം പുന്നത്താനത്ത് ജോസിന്റെ ഭാര്യ പുഷ്പ 56 നിര്യാതയായി. സംസ്കാരം ഞായറാഴ്ച 3-ന് കടവൂർ സെന്റ് ജോർജ് പള്ളിയിൽ നടത്തപ്പെടും. മകൻ അഗസ്റ്റിൻ. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.